ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ധാർമ്മികന്മാരെയും മുഴുവൻ രക്ഷിച്ചു. അധാർമികന്മാരെ അവരുടെ തെറ്റെന്തെന്ന് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വേണ്ടുന്ന ശിക്ഷ കൊടുത്ത് അവരെ പഠിപ്പിച്ച് അവരെയും ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ കൊണ്ടുപോയി. ഒരൊറ്റയാളിനെയും നശിക്കാൻ അനുവദിച്ചില്ല. എല്ലാവരെയും അദ്ദേഹം സമുദ്ധരിച്ചു 5000 വർഷങ്ങൾക്ക് മുമ്പ്. എന്നിട്ട് അദ്ദേഹം തൻ്റെ ബ്രഹ്മസ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതാണ് സ്വധാമപ്രാപ്തി എന്നെല്ലാം ഭാഗവതത്തിൽ പറയും. തുടക്കത്തിലേത് പറയുന്നുണ്ട്, അവസാനം 12ാമത് സ്കന്ധത്തിൽ നമ്മളത് കേൾക്കും. അദ്ദേഹം ബ്രഹ്മസ്വരൂപനായിട്ട് ഈ പ്രപഞ്ച ആകൃതിയെ തന്നിൽ തന്നെ തിരിച്ച് ലയിപ്പിച്ച് നിർഗുണ നിരാകാര ബ്രഹ്മമായിട്ട് നിൽക്കുന്നു. നാം തന്നെയാണ് ഭാഗവത കൃഷ്ണൻ, വേറെ ആരുമില്ല. നാം തന്നെയാണ്. അതാണ് തത്വമസി, അത് നീയാകുന്നു. അത് നാം പ്രത്യക്ഷമായിട്ട് ഭാഗവതം ആഖ്യാനം ചെയ്തും ഭാഗവതം വായിച്ചും പഠിച്ചും അത് ഉപാസിച്ചും നാം അനുഭവിച്ചറിയും. അപ്പോ നാം എത്തിച്ചേരുന്ന അനുഭൂതി മണ്ഡലമുണ്ട്. അത് നമുക്ക് ബൃഹദാരണ്യക ഉപനിഷത്തിൽ കേൾക്കാം. അഹം ബ്രഹ്മസ്മി എന്ന്, ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു, ഞാൻ വാസുദേവ കൃഷ്ണൻ തന്നെയാകുന്നു എന്ന് അനുഭവിച്ചറിയാൻ കഴിയും. ആ തലത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നു ഈ ഭാഗവതം. അതാണ് ഭാഗവതത്തിന്റെ മഹിമ. ഈ വൈശാഖമാസം മുഴുവൻ ഭാഗവതം നാം പാരായണം ചെയ്യണം. ആണ്ടിൽ 365 ദിവസവും പാരായണം ചെയ്യണം. ഈ വൈശാഖമാസത്തിന് വളരെയേറെ വിശേഷം. അതുകൊണ്ടാണ് ഇതിനെ മാധവമാസം, മാധവൻ കൃഷ്ണൻ, കൃഷ്ണന്റെ മാസം എന്ന് ഇതിന് പേര് വന്നിരിക്കുന്നത്. ഭാഗവതത്തിന്റെ തുടക്കത്തിൽ തന്നെ ആചാര്യൻ നമ്മോട് പറയും, നിഗമ കൽപ്പതരോർ ഗളിതരം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം. നിഗമമാകുന്ന വേദങ്ങളാകുന്ന ഇറക്ക യജുസ് സാമം അഥർവം എന്നീ വേദങ്ങളാകുന്ന കൽപ്പതരുവിൽ നിന്നിട്ട്, കൽപ്പവൃക്ഷത്തിൽ നിന്നിട്ട് പ്രവഹിച്ച ഫലമാണ്, പഴമാണ്. ആസ്വദനീയമായ അമൃതഹൃദ്യമായ അമൃത അനുഭവത്തെ നൽകുന്ന, എനിക്ക് മരണമില്ല എന്നുള്ള പ്രത്യക്ഷാനുഭവത്തെ നൽകുന്ന ഫലമാണ് ഈ ഭാഗവതം. നിഗമമാണ് അതിൻ്റെ സ്രോതസ്. ഋഗ് യജുസ് സാമ ധർവങ്ങൾ, വേദങ്ങൾ. ആ വേദങ്ങളുടെ വേദമന്ത്രങ്ങളുടെ സർവസ്വം മുഴുവൻ കടഞ്ഞെടുത്ത് നമുക്ക് ഭഗവാൻ തന്നെ തന്നിരിക്കുന്നു ശുകബ്രഹ്മർഷിയിലൂടെ. ശുകബ്രഹ്മർഷി ഇത് പരീക്ഷത്തിനെ പറഞ്ഞു കേൾപ്പിക്കുന്നതാണ് നാം ഇവിടെ കേൾക്കുന്നത്. നമുക്കെങ്ങനെ ലഭിച്ചു? അവിടെ ആ അവസരത്തിൽ ശുകബ്രഹ്മർഷി ഇത് പരീക്ഷത്തിനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോഴേക്കും അവിടെ ഭക്തന്മാരായിട്ടുള്ള 1000 ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അത് കേൾക്കാനായിട്ട്. അവർക്കൊക്കെ അത് കേൾക്കാനുള്ള മഹാഭാഗ്യം ഉണ്ടായി. ആ കൂട്ടത്തില് ഉഗ്രശ്രവസ് എന്നു പേരായ സൂതനുമുണ്ട്. സൂതന്മാരെന്ന് പറയുന്നത് ഭഗവാന്റെ കഥ പാടി നടക്കുന്ന ആളുകളാണ്, ഭഗവാന്റെ കഥ പറഞ്ഞു കേൾപ്പിക്കുന്ന ആളുകളാണ്, ഭഗവാന്റെ കഥ വ്യാഖ്യാനിക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള സൂതന്മാരുടെ കൂട്ടത്തിൽ ഉഗ്രശ്രവസ് എന്നു പേരായ സൂതനൂടെയുണ്ട്. ആ ഉഗ്രശ്രവസിനെ പോലുള്ള സൂതന്മാരുടെ ഗുണം എന്തെന്നറിയോ? ഒരു തവണ കേട്ടാൽ മതി, മുഴുവൻ ഹൃദയത്തില് അച്ചടിച്ചതുപോലെ, ഒരുപക്ഷെ അതിനേക്കാളും വളരെയേറെ തെളിമയോടുകൂടിയിട്ട് അത് ആലേഖനം ചെയ്യപ്പെടും. ഒരു തവണ കേട്ടാൽ മാത്രം മതി. അത് മുഴുവൻ അതേ പ്രകാരത്തിൽ ആ 12 സ്കന്ധങ്ങളിലുമുള്ള ആ ഭാഗവതം അത് മുഴുവൻ കേട്ടു, ഹൃദയത്തിൽ ഉൾക്കൊണ്ടു.
അവിടെ നിന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പരീക്ഷത്തിന് മരണമുണ്ടായില്ല. മരണത്തെ അതിലംഘിച്ചു. ശുഖബ്രഹ്മർഷിയുടെ ഉപദേശം പൂർണ്ണമായപ്പോൾ പരീക്ഷത്തിന് ബ്രഹ്മാനുഭവം ഉണ്ടായി, മരണത്തെ അതിലംഘിച്ചു. ശുഖബ്രഹ്മർഷി അവിടെ നിന്ന് പോയി. ശുഖബ്രഹ്മർഷിയെ പരീക്ഷത്തെ യഥായോഗ്യം പൂജിച്ചു, എല്ലാവരും പൂജിച്ചു. ഉപദേശം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങിപ്പോയി. പരീക്ഷത്തിന് ആത്മസാക്ഷാത്കാരം, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭവം ഉണ്ടായി. അത് കഴിഞ്ഞ് എല്ലാവരും ആ കഥകൾ ഹൃദയത്തിൽ കൊണ്ട് അവരവരുടെ വീടുകളിലേക്ക് പോയി. ഈ ഉഗ്രശ്രവസ് അവിടെ നിന്നിട്ട് തീർത്ഥാടനം നടത്തുകയാണ്. ഭാരതത്തിലുള്ളതായ അനേകം തീർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് അദ്ദേഹം നൈമിഷാരണ്യത്തിലെത്തി. ആ നൈമിഷാരണ്യം അവിടെ പോയിട്ടുള്ള ആളുകളിലൂടെ ധാരാളം പേര് ഇരിപ്പുണ്ട്. ആ നൈമിഷാരണ്യം ഉത്തർപ്രദേശിൽ നേപ്പാളിൻ്റെ ബോർഡറിലാണ് നൈമിഷാരണ്യം. ആ പവിത്രമായ ആ പ്രദേശം ഇന്നും അതേപോലെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ നൈമിഷാരണ്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. അവിടെ ശൗനക ഋഷിയുടെ നേതൃത്വത്തിൽ ആ സന്ദർഭത്തിൽ അനേക ഋഷിമാര് ദീർഘസത്രം, അനേക വർഷങ്ങൾ, ആയിരത്താണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ യജ്ഞം നടത്തുകയായിരുന്നു. അപ്പോഴാണ് ഈ ഋഷി, ഈ സൂതൻ അവിടെ എത്തിച്ചേരുന്നത്. സൂതൻ വന്നപ്പോഴേക്കും, അത് കണ്ടപ്പോഴേക്കും അവിടെയുള്ള ഋഷിമാർക്ക് വളരെയേറെ സന്തോഷമായി. സൂതന്മാര് ഭഗവാന്റെ കഥയെല്ലാം അറിയുന്നവരാണ്, ഭഗവാന്റെ തത്വം അറിയുന്നവരാണ്, അത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ വരുമ്പോഴേക്കും സജ്ജനങ്ങൾക്ക് വളരെ സന്തോഷമാവും. അപ്പോൾ ഈ തപസ്സിൻ്റെയും അതുപോലെ പൂജകളുടെയും യജ്ഞങ്ങളുടെയും എല്ലാം അനുഷ്ഠാനമുണ്ട്. ഉച്ചയ്ക്ക് അല്പനേരം അവർക്ക് അല്പം ഒരു വിശ്രമ സമയം കിട്ടും. അതേപോലെ തന്നെ രാവിലെയും അവർക്ക് ഇതിനു വേണ്ടിയുള്ള സമയങ്ങൾ കിട്ടും. അങ്ങനെ അവർക്ക് പറ്റിയ സന്ദർഭത്തിൽ അവരെല്ലാവരും കൂടി ഈ സൂതൻ്റെ സമീപത്ത് ചെന്ന്, സൂതൻ വന്നപ്പോൾ തന്നെ യഥായോഗ്യം സ്വീകരിച്ച് സൽക്കരിച്ചോടെ താമസിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സമീപത്ത് ചെന്ന് അദ്ദേഹത്തെ നമസ്കരിച്ച് അദ്ദേഹത്തോട് അവരെ പ്രാർത്ഥിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങ് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് ഈശ്വര കഥകൾ പറഞ്ഞു തരണം. നിർഗുണ നിരാകാര ബ്രഹ്മം വസുദേവ കൃഷ്ണൻ ഗുരുവായൂരപ്പൻ അദ്ദേഹം ഈ ലോകത്തെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എത്രയോ അവതാരങ്ങൾ കൈക്കൊണ്ടു. അതെല്ലാം ഞങ്ങൾക്ക് കേൾക്കണം. അദ്ദേഹത്തിൻ്റെ തത്വം ഞങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങക്ക് അതെല്ലാം അറിയാമല്ലോ. ധർമ്മം ആരെ ആശ്രയിച്ച് നിൽക്കുന്നു, എന്താണ് ധർമ്മസ്വരൂപം, ഇതെല്ലാം ഞങ്ങൾക്ക് കേൾക്കണമെന്ന് ഭക്തിയോടുകൂടിയിട്ട് ശ്രദ്ധയോടുകൂടിയിട്ട് ആ ഋഷിമാര് ഉഗ്രശ്രവസിനോട് ചോദിച്ചു. അപ്പോഴാണ് ഉഗ്രശ്രവസ് അവർക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഭാഗവതം ലോകത്ത് പ്രസിദ്ധമായി തീർന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങനെ പ്രസിദ്ധമായി തീർന്ന ആ ഭാഗവതം നമുക്ക് ലഭിക്കുന്നത്. 5000 വർഷമായി അത് നടന്നിട്ട് അത് ലോകമെമ്പാടും പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ഗംഗാനദി എങ്ങനെയാണോ അഖണ്ഡമായിട്ട് ലോകത്ത് മുഴുവൻ പരമപാവനമാക്കിക്കൊണ്ട് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു, അതേ പ്രകാരത്തിൽ ഭാഗവത കഥ ലോകം മുഴുവൻ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഭാഗവത കഥ നമുക്ക് ഇവിടെ എല്ലാ ദിവസവും വൈകുന്നേരം ഓരോ ദിവസവും ഓരോരോ ആചാര്യന്മാർ വരും. ആ ആചാര്യന്മാർ ഓരോരോ കഥകളായിട്ട് നമ്മെ കേൾപ്പിക്കും. ഭാഗവതം നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ളതായ അവസരം. എങ്ങനെയാ ഭാഗവതം പറഞ്ഞു തുടങ്ങേണ്ടത്, എങ്ങനെയാ ആ ഭാഗവതം കേട്ടു തുടങ്ങേണ്ടത്, അത് ആദ്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ് ഈ സൂതൻ ഉഗ്രശ്രവസ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ജയം എന്നാണ് ഈ കാവ്യത്തിൻ്റെ പേര്. ഇത് പുരാണമാണ്, മഹാപുരാണമാണ്. ഇതിൻ്റെ പേര് ജയം എന്നാണ്. എല്ലാ പുരാണങ്ങൾക്കും ജയം എന്ന് പേരുണ്ട്. അതേപോലെ തന്നെ ഇതിഹാസങ്ങൾക്കും ജയം എന്ന് പേരുണ്ട്. എന്താ? ജീവിതത്തിൻ്റെ ജയം. അതാണിത് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എങ്ങനെയാ ജീവിതത്തിൽ ജയമുണ്ടാവുക? ജീവിതം പരമമായ ജയത്തിൽ എത്തിച്ചേരുന്നത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷാനുഭവത്തിൽ എത്തുമ്പോഴാണ്. അതാണ് പരമമായ ജയം. നമ്മൾ സങ്കല്പിക്കുന്നത് ജീവിതത്തിലുള്ള കൊച്ചു കൊച്ചു ജയങ്ങൾ,
ആ ജയങ്ങൾ വേണ്ടെന്നല്ല, അതൊക്കെ ജയം തന്നെ. പക്ഷേ ആ ജയങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്. 1-ാം ക്ലാസ് ജയിച്ചാൽ മാത്രം പോരാ, 2-ാം ക്ലാസ്സും ജയിക്കണം, 3-ാം ക്ലാസ്സും ജയിക്കണം, 10-ാം ക്ലാസ്സും ജയിക്കണം, BAയും ജയിക്കണം, BSCയും ജയിക്കണം, MAയും അതേപോലെ തന്നെ MSCയും അതേപോലെ PhDയും ഒക്കെ എടുക്കണം. ഇങ്ങനെ പോകണം. 1-ാം ക്ലാസ്സിൽ ഒതുങ്ങി നിൽക്കാനല്ല, LKGയിൽ ഒതുങ്ങി നിൽക്കാനല്ല. അങ്ങനെ ജീവിതത്തിലെ കൊച്ചു 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 നേട്ടങ്ങൾ, ജയങ്ങൾ, അതൊക്കെ നമുക്ക് ഭാഗവതം വാഗ്ദാനം ചെയ്യുന്നു. ഓരോ ഭക്തനും വേണ്ടുന്നതെല്ലാം വാരിക്കോരി കൊടുത്തയാളാണ് വാസുദേവകൃഷ്ണൻ. നമ്മൾ ഓരോരോ കഥകളായിട്ട് നേരിട്ട് കാണും. ഭഗവാൻ ഏതെല്ലാം രൂപത്തിൽ വന്ന് ഏതെല്ലാം പ്രകാരത്തിലാണ് ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിച്ചത് എന്ന്. അവരുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റി കൊടുത്തു. അതോടൊപ്പം മുകളിലേക്ക് ജയങ്ങളുടെ മുകളിലേക്ക് പരമമായ ജയത്തില് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ അക്ഷയത്തില് എത്തിച്ചേരാൻ, അതിനെ അക്ഷരം എന്നും പറയും. അക്ഷയമാണ്, ക്ഷയിക്കാത്തതാണ്, അത് അക്ഷരമാണ്. ഇതേ അർത്ഥത്തിൽ തന്നെ ക്ഷരം അല്ലാത്തത്, അത് നശിക്കാത്തത്, മാറ്റങ്ങളില്ലാത്തത്. അങ്ങനെ അക്ഷയമായിട്ടുള്ള ഏകതത്വം, നാം തന്നെയായിരിക്കുന്ന തത്വം വാസുദേവകൃഷ്ണനില് നാം അഭിന്നരായിട്ട് എത്തിച്ചേരും. ഞാൻ ബ്രഹ്മം തന്നെ എന്ന് അനുഭവിച്ചറിയും. അവിടെ വരെ കൊണ്ടെത്തിക്കും. അതാണ് ജയം എന്ന് ഈ കാവ്യത്തിന് പേര് വരാനുള്ള കാരണം. ഈ കാവ്യം, ജയം എന്ന് പേരായ ഈ കാവ്യം എപ്പോഴാ ചൊല്ലേണ്ടതെന്നറിയോ? എപ്പോഴാ കേൾക്കേണ്ടതെന്നറിയോ? ഈ പറയുന്ന ആളുകളെല്ലാം സ്തുതിച്ചിട്ട്. ഈ ആളുകളാണ് ഇതിന്റെ പരമാചാര്യന്മാർ. അവരെയെല്ലാം സ്തുതിച്ചിട്ട് വേണം. തതോ ജയമുദീരയേത്, അനന്തരം ജയം നമ്മൾ ചൊല്ലണം, ജയം നമ്മൾ കേൾക്കണം, ജയം നമ്മൾ പഠിക്കണം, ജയം നമ്മൾ ഉൾക്കൊള്ളണം. ഇത് വായിക്കാൻ ജാതി ബാധകമല്ല, സ്ഥാനമാനങ്ങൾ ബാധകമല്ല, സാമ്പത്തിക സ്ഥിതി ബാധകമല്ല, നമ്മളുടെ അധികാരം ഒന്നും ബാധകമല്ല. ആർക്ക് വേണമോ ശുദ്ധമായ ഹൃദയം, ശുദ്ധമായ ഈശ്വരഭക്തി ഉള്ള ആർക്കും ഇത് വായിക്കാം, ആർക്കും ഇത് പഠിക്കാം, ആർക്കും ഇതിനെ ഉൾക്കൊള്ളാം. ഭഗവാൻ കൃഷ്ണന്റെ കൂട്ടുകാരാരൊക്കെയാണ് എന്ന് നിങ്ങൾ തന്നെ ഈ കഥകളിൽ കൂടി കേൾക്കും. എല്ലാവരെയും അതേ ഒരേപോലെ രക്ഷിച്ചു. മനുഷ്യരെ മാത്രമല്ല, മൃഗങ്ങളെ രക്ഷിച്ചു, പക്ഷികളെ രക്ഷിച്ചു. ഇതിങ്ങനെ എല്ലാവരെയും, പുല്ലിനെയും പുഴുവിനെയും. കാരണം ഇതെല്ലാം ഞാൻ തന്നെയാണെന്ന് അദ്ദേഹത്തിന് അറിയാം, നമ്മളറിയുന്നില്ല. അതാണ് നമ്മുടെ ഒരു കുറവ്. നമ്മൾ അറിയുമ്പോഴേക്കും നാം അദ്ദേഹമായിട്ട് മാറും. അങ്ങനെ അദ്ദേഹം എല്ലാവരെയും താനായി കണ്ട് എല്ലാവരെയും രക്ഷിക്കുന്നയാളാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തെ നമ്മൾ ആദ്യം നമസ്കരിക്കണം. അദ്ദേഹത്തിൽ നിന്നിട്ടാണ് ഈ ഭാഗവതം വരണേ.